കേരളത്തിലെ ജില്ലകളിലൂടെ ഒരു യാത്ര എന്ന ഈ എപ്പിസോഡിൽ നമുക്ക് കോട്ടയം ജില്ലയെക്കുറിച്ച് നോക്കാം. കോട്ടയം ജില്ല 1949 ജൂലൈ 1 സ്ഥാപിതമായത്. കോട്ടയം ജില്ലയുടെ വിസ്തീർണം 2208 സ്ക്വയർ കിലോമീറ്റർ ആണ്. കോട്ടയം ജില്ലയിൽ 6 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, ഈരാറ്റുപേട്ട, ഏറ്റുമാനൂർ, വൈക്കം തുടങ്ങിയവയാണ് കോട്ടയം ജില്ലയുടെ 6 മുനിസിപ്പാലിറ്റികൾ. കോട്ടയം ജില്ലയിൽ 5 താലൂക്കുകളുണ്ട്. കോട്ടയം, ചങ്ങനാശ്ശേരി, വൈക്കം, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ തുടങ്ങിയവയാണ് കോട്ടയം ജില്ലയിലെ താലൂക്കുകൾ. 11 ബ്ലോക്ക് പഞ്ചായത്തുകളും 71 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലവും 1 ലോക്സഭാ മണ്ഡലവുമാണ് ഉള്ളത്. കോട്ടയമാണ് കോട്ടയം ജില്ലയിലെ ഏക ലോക്സഭാ മണ്ഡലം. അടുത്തതായി കോട്ടയം ജില്ലയുടെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഴക്ക് ഇടുക്കി ജില്ലയായിട്ടും പടിഞ്ഞാറ് വേമ്പനാട് കായലും കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളായിട്ടും തെക്ക് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളായിട്ടും വടക്ക് എറണാകുളം ജില്ലയായിട്ടുമാണ് കോട്ടയം ജില്ല അതിർത്തി പങ്കിടുന്നത്. അടുത്തതായി കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങൾ നോക്കാം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന പട്ടണമാണ് കോട്ടയം. വെമ്പലിനാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശം കൂടിയാണ് കോട്ടയം. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ വാഗമൺ ആണ്. കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നതാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി. കോട്ടയം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ, കുമരകം പക്ഷി സങ്കേതം, പൂഞ്ഞാർ കൊട്ടാരം, വാഗമൺ, കോട്ടത്താവളം തുടങ്ങിയവയാണ് കോട്ടയം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ. മീനച്ചിലാറ്, മൂവാറ്റുപുഴ റിവർ, മണിമലയാറ് തുടങ്ങിയവയാണ് കോട്ടയം ജില്ലയിലെ പ്രധാന നദികൾ. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചതും കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറിയാണ് ട്രാവാങ്കൂർ സിമന്റ്സ്. കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കൂടിയാണ് കോട്ടയം. 1989 കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. എറണാകുളമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി റോഡാണ്. കോട്ടയം നഗരമാണ് കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിക്കുന്നത്. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ആദിത്യപുരം എന്ന സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരി എന്ന പേരും കോട്ടയത്തിന് സ്വന്തം. കേരളത്തിലെ ഏക ഉൾനാടൻ തുറമുഖം കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് കോട്ടയം ജില്ലയിലെ CMS കോളേജ്. കോട്ടയം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലാണ് ഈ കോളേജ്. 1817 ലണ്ടനിലെ ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് കോളേജ് സ്ഥാപിച്ചത്. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കോട്ടയം ജില്ലയിലെ മഹാത്മാഗാന്ധി സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ പ്രസ്സാണ് കോട്ടയം ജില്ലയിലെ CMS പ്രസ്. 1821 ബെഞ്ചമിൻ ബെയ്ലി എന്ന മിഷണറിയാണ് CMS പ്രസ് സ്ഥാപിച്ചത്. കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ്സും CMS പ്രസ്സാണ്. 1888 കോട്ടയത്ത് നിന്നും മനോരമ പത്രം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ. മലയാള മനോരമ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് കേരളവർമ്മ വല്യകോയി തമ്പുരാനാണ്. കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക. 1887 കോട്ടയത്ത് നിന്നും ഈ പത്രം പ്രസിദ്ധീകരിച്ചത്. കോട്ടയം ജില്ലയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടുന്ന പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന ഐത്തത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിക്കപ്പെട്ടത്. കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യകലാരൂപമാണ് ചവിട്ടുനാടകം. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുമരകം പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് വേമ്പനാട് പക്ഷി സങ്കേതം. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന സ്ഥലത്താണ്.
കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പള്ളിയിലാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. വൈക്കത്ത് പാച്ചു മൂത്തത് ആണ് മലയാളത്തിലെ ആദ്യ ആത്മകഥ എഴുതിയത്. വഞ്ചിപ്പാടിന്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യർ കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായത് കോട്ടയം ജില്ലയിലെ ഐമനം എന്ന ഗ്രാമമാണ്. ഇനി ചില കൺഫ്യൂസിംഗ് ഫാക്ട്സ് നോക്കാം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. 1989 ജൂൺ 25-നാണ് കോട്ടയത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതായി പ്രഖ്യാപിച്ചത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് എറണാകുളം. 1990 ഫെബ്രുവരി 4-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ വി.പി. സിംഗ് ആണ് എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി പ്രഖ്യാപിച്ചത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. 18 ഏപ്രിൽ 1991-ലാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതായി പ്രഖ്യാപിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.